ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റാണ് കരിമണിയുടെ കമ്മൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കിതിനായിട്ട് ഒരു കമ്പി, അതുപോലെ തന്നെ കരിമണിയുടെ ബീഡ്, കോപ്പർ വയർ, സ്റ്റഡിൻ്റെ ബേസ്, ഇത്ര ഐറ്റംസ് മാത്രം മതി. ഗോൾഡൻ ബീഡ് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും ഞാനതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമ്മൾ ആ കമ്പിയെ ഇതുപോലൊരു പേനയോ പെൻസിലോ അതിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടണം. പേനയോ പെൻസിലോ എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം കറക്റ്റ് ആ സൈസ് നമുക്ക് ഇതിൽ വെക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇനി രണ്ട് റൗണ്ട് ചുറ്റി കഴിയുമ്പോൾ നമുക്ക് കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 2 റൗണ്ട് ചുറ്റിയാൽ മതി കേട്ടോ. ഇങ്ങനത്തെ 2 പീസ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പെൻസിലിൽ നിന്ന് ഊരിയെടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും നമ്മൾ കയ്യിൽ കിട്ടിയിട്ടാണ് അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ തുമ്പ് കറക്റ്റ് രണ്ടും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു പീസും കൂടി നമുക്ക് ചെയ്തെടുക്കണം. നമുക്ക് 2 കമ്മലിനും ഇതുപോലെ 2 റൗണ്ട് വേണം. ഇനി നമ്മുടെ കോപ്പർ വയറിനെ നമുക്ക് ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. ബീഡ്സ് കോർത്തെടുക്കുന്നത് നമ്മൾ കോപ്പർ വയറിലാണ്. അപ്പോൾ കോപ്പർ വയറിനെ നമ്മൾ ആ കട്ട് ചെയ്ത ആ പോർഷനിൽ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുമ്പ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ട് കൈ ഒന്ന് മുറുക്കി പിടിച്ചതിന് ശേഷം 1-2 ചുറ്റി നമ്മൾ ചുറ്റി ആ കമ്പി ഒന്ന് അവിടെ ടൈറ്റാക്കി കൊടുക്കണം. നമ്മൾ ആദ്യം ചുറ്റുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചുറ്റുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലൂസായിട്ട് പോരും. അതായത് പോലെ 2 ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലൂടെ ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണണം. സ്കിപ്പ് അടിച്ച് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലൂടെ ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ ബീഡായിട്ടാണ് കോർത്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കോർത്തതിന് ശേഷം അതിനവിടെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിൻ്റെ ആ തുമ്പൊന്ന് ജസ്റ്റ് വളച്ചു കൊടുത്തിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഡ് അവിടെ കറക്റ്റ് നിൽക്കും. അല്ലാതെ നമ്മൾ ബീഡ് ഇട്ട വഴിക്ക് ചുറ്റിയെടുക്കുകയാണെങ്കിൽ ബീഡ് അങ്ങോട്ട് മറഞ്ഞു പോകും. അപ്പോൾ ബീഡിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ആ ബീഡിൻ്റെ പുറത്ത് വരുന്ന ആ കമ്പിയുടെ ഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബീഡിനെ ആ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ബീഡ് മറഞ്ഞു പോവും കമ്പി ആയതുകൊണ്ട്. ഇനി നമുക്ക് ഓരോരോ ബീഡ് അതുപോലെ കോർത്ത് ചുറ്റും. ഒരു ചുറ്റും 1-2 ചുറ്റോ ചുറ്റാം. ഞാനിവിടെ ഒരു ചുറ്റേ ചുറ്റിയിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചുറ്റും കൂടി ചുറ്റാമെന്ന് മാത്രം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അവിടെ ഒന്ന് വളച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ കോർത്ത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഓരോന്നായിട്ട് കോർത്തെടുക്കണം. 9 ബീഡാണ് കേട്ടോ ഞാൻ ഒരു കമ്മലിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കമ്മലിന് എത്ര ബീഡാണോ എടുക്കുന്നത് സെയിം ബീഡ് തന്നെ നമ്മൾ അപ്പുറത്തെ കമ്മലിനും എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കോർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് കോർക്കുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ബീഡും കൂടി സെയിം ബീഡ് തന്നെ വേറൊരു രീതിയിലും കൂടി കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയാറായിട്ടുണ്ട്. ഒരു റൗണ്ട് നമ്മുടെ ബീഡ് കോർത്ത് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം, അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബീഡിനെ പിടിച്ചുകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ബീഡ് കോർത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ബീഡ് അപ്പോൾ 9 എണ്ണമാണ് വരുന്നത്. അതിന് ശേഷം ലാസ്റ്റ് കോർത്ത് കഴിയുമ്പോൾ നമ്മൾ 1-2 ചുറ്റിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ. നമ്മുടെ വയറ് കട്ട് ചെയ്ത് കളയണ്ട. നമുക്ക് ഇനി അതുമേ കരിമണിയുടെ ബീഡ് തന്നെ കോർത്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1-2 ചുറ്റൊന്ന് ചുറ്റി ആ കമ്പി അവിടെ നിർത്തുക. ഇനി നമ്മൾ വീണ്ടും ഈ ബീഡ് തന്നെയാണ് കോർത്തെടുക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഈ രീതിയിൽ നമുക്ക് കമ്മലായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ സ്റ്റഡ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ രീതിയിലും കമ്മലായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഞാനിങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിലൊരു ബീഡും കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എടുക്കുന്ന ബീഡ് നമ്മൾ ശ്രദ്ധിച്ച് കോർക്കണം. കാരണം നമ്മുടെ 2 ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് ആ ബീഡ് നിൽക്കണം. അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരികയും വേണം. ഇങ്ങനെ ആ കമ്പി കാണുന്ന രീതിയിലാണ് വരിക.
അപ്പോൾ അങ്ങനെ നമ്മൾ കോർക്കാൻ ശ്രമിക്കണം. ബീഡിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ നമ്മൾ ഉള്ളിലൂടെ മുകളിലേക്ക് കോർത്തെടുക്കുക. ബീഡിനെ പിടിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ നിൽക്കും. പിന്നെ ആ ബീഡ് കോർത്ത് അതേ ലൈനിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മൾ ഒരു വട്ടം കൂടി ആ കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുക. കാരണം ആ ബീഡ് അവിടെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബീഡ് നമ്മൾ ഒറ്റ ചുറ്റിയതുകൊണ്ട് കാര്യമില്ല, ടൈറ്റിന് കിട്ടില്ല നമുക്ക്. ഇനി നമ്മൾ ആ കമ്പിയെ പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും അപ്പുറത്തെ ബീഡിൻ്റെ 2 ബീഡിൻ്റെ ഇടയിലൂടെ അടുത്ത ബീഡ് കോർത്തെടുക്കുക. ഇതുപോലെ വീണ്ടും നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ബീഡിനെ സ്ട്രെയിറ്റ് പിടിച്ച് തന്നെ വേണം ചുറ്റി കൊടുക്കാൻ. ബീഡ് പിടിച്ചത് കൊണ്ട് മാത്രമേ അതവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കോർത്ത് കഴിയുമ്പോൾ ബീഡ് ചെരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബീഡിനെ നമ്മൾ പിടിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇങ്ങനെ ഓരോ ബീഡിൻ്റെ 2 ബീഡിൻ്റെ ഇടയിൽ ഓരോ ബീഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ അടുത്തത് നിൽക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയൊന്നും തോന്നില്ല. പക്ഷെ നമ്മളിത് ഒരു 3-4 ബീഡ് കോർത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. ഇത് ഡബിൾ കളറായിട്ടൊക്കെ ചെയ്യാം, പക്ഷേ ഡബിൾ കളറിനേക്കാളും ഭംഗി സെയിം ബീഡ് തന്നെയായിരിക്കും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഡബിൾ കളർ ചെയ്ത് നോക്കിക്കോളൂ. ഭംഗിയൊക്കെ ഉണ്ടാവും, ഗോൾഡനും റെഡൊക്കെ വന്ന ഭംഗി ഉണ്ടാവും ബ്ലാക്കിന്. പക്ഷേ എന്നാലും എനിക്കതിലും ഭംഗിയായിട്ട് തോന്നുന്നത് സെയിം കളർ തന്നെയാണ്. അടുത്ത 2 ബീഡിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ അടുത്തൊരു ബീഡും കൂടി കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്യലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഓരോ ബീഡിൻ്റെയും ഇടയിലൂടെ നമുക്കിതിങ്ങനെ കോർത്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ അഡ്ജസ്റ്റബിൾ ഒരു സ്റ്റോണിൻ്റെ കമ്മലാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ കമ്മൽ നമ്മൾ ചേഞ്ച് ചെയ്തിടുന്ന സ്റ്റോൺ കമ്മലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കമ്മലാണ്, ഗോൾഡ് മോഡൽ. അപ്പോൾ അത് വീട്ടിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ലാസ്റ്റ് ഇട്ട വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടോളൂ. ഇപ്പോൾ നമ്മൾ കോർത്ത് വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അത് കോർത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാമെന്നുള്ളത്. ഇനി നമുക്ക് ബാലൻസ് മുത്തും കൂടിയും കോർത്തെടുക്കാം. അത് കുറച്ച് സ്പീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ കോർക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ് കോർത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് കമ്മലും മാലയൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് പോയി കാണൂ കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ബീഡാണ് കോർക്കാൻ പോകുന്നത്. ലാസ്റ്റ് ബീഡ് കോർത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കമ്മലിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണേന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റത്തെ ബീഡ് കോർത്ത് കഴിയുമ്പോൾ നമ്മൾ 2-3 ചുറ്റി നമ്മുടെ കമ്പി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ബീഡ് വേണമെങ്കിൽ കോർത്ത് കൊടുക്കാം. ഗോൾഡൻ കളറെങ്ങാനും ബീഡ് വേണമെങ്കിൽ കോർത്ത് കൊടുക്കാം. ഞാനിവിടെ അതല്ല ചെയ്യുന്നത്, സ്റ്റഡ് ബേസ് വെച്ച് അത് ഫിനിഷ് ചെയ്യാണ്. ബീഡ് കോർക്കുമ്പോൾ നമ്മൾ കുറച്ച് സൈസ് കൂടിയ ബീഡ് വേണം. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബീഡ് വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ ബീഡ് അല്ലെങ്കിൽ നമുക്ക് ഹാഫ് ബീഡ് ആയാലും മതി, അപ്പോഴും ബിഗ് സൈസ് വേണം. ഇല്ലെങ്കിൽ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. എൻ്റെ കയ്യിലുള്ളത് പിന്നെ വൈറ്റാണ്, അതൊരു ഭംഗിയില്ല. പിന്നെ ബീഡ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സൈസിന് നിന്നില്ലെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ ഈ കരിമണിയുടെ ഭംഗി കിട്ടുന്നില്ല. ഞാൻ നോക്കി എൻ്റെ കയ്യിലുള്ള വൈറ്റ് ബീഡ് വെച്ച് ഇതുപോലെ വരും. നമ്മളിപ്പോൾ കോർത്തേൻ്റെ മറുവശമാണ് ഇത്. ഇങ്ങനെ വേണം നമുക്ക് പുറത്തേക്ക് വെക്കാനായിട്ട്. പുറത്ത് വെക്കുന്ന ഭാഗം ഈ ഗോൾഡ് ചുറ്റി വരുന്ന ഭാഗം വേണം. ഇനി നമുക്കതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനായിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. ബ്ലാക്ക് കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ കമ്മലിൻ്റെ ഉൾവശം നമ്മൾ സൈസ് കണ്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഉറുമ്പ് ഓടിപ്പോണ്ടായിരുന്നു കേട്ടോ. ഞാൻ സൈസ് നമ്മളൊന്ന് ഫെൽറ്റ് ഷീറ്റിൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ബാക്കിൽ സ്റ്റഡിൻ്റെ ബേസിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാനാണ്. എങ്കിലും അത് കറക്റ്റ് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കുള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്റ്റഡ് ബേസ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കറക്റ്റ് ആ റൗണ്ടിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം 2 പീസും. ഇനി അതായത് ഇതുപോലെ ബാക്കിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ്. ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രണ്ട് ഭാഗത്ത് ഒട്ടിക്കരുത്, ബാക്കിൽ തന്നെ ഒട്ടിക്കണം. ആ ഗോൾഡിൻ്റെ കമ്പി ആണ് ഫ്രണ്ടിലേക്ക് വരേണ്ടത്. ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്റ്റഡ് ബേസ് ആണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക, അതിന് ശേഷമാണ് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുക. അപ്പോൾ ഈ ഫെൽറ്റ് ഷീറ്റിലേക്ക് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസിനെ കോർത്തെടുക്കാൻ വേണ്ടി നമ്മൾ സൂചി വെച്ചൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമുക്കത് കുത്തിയൊക്കെ ഓർക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ ഞാൻ ഈ സ്റ്റഡിൻ്റെ ബേസ് വെച്ചിട്ട് കുത്തി നോക്കും, പക്ഷെ അത് നമുക്ക് ഹോളായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ സൂചി വെച്ചിട്ടാണ് കുത്തി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് അതിൽ വേഗം അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് സ്റ്റഡിൻ്റെ ബേസിൻ്റെ ബാക്കിൽ നമ്മുടെ പച്ച തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഫ്രണ്ടിലൂടെ ബാക്കിലേക്ക് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് കോർക്കണം, കാരണം ഇത് നമ്മൾ കണ്ടോ, ഞാൻ പെൻസിൽ വെച്ചപ്പോൾ കറക്റ്റ് നമുക്ക് ആ സൈസിന് കിട്ടി. ഇതുപോലെ കോർത്തിട്ട് ഒന്ന്
കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിലൂടെ കോർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നീങ്ങിപ്പോവും. ഇനി നമ്മുടെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിന് ഒട്ടിച്ചെടുക്കാം. ഒന്ന് ഉണങ്ങിയിട്ട് ഫ്രണ്ട് ഭാഗം ഉണങ്ങിയതിന് ശേഷം മാത്രം ഫെൽറ്റ് ഷീറ്റ് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കോർക്കുമ്പോൾ നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്ലൂ ഒക്കെ അപ്പുറത്തൊക്കെ ആവും. ഇനി കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം നമുക്ക്. ഇതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ കമ്മൽ കിട്ടുന്നത്. 2 കമ്മലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ഈ സെൻറ്ററിൽ ഹാഫ് ബീഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ കളറൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടില്ല. അങ്ങനെ ഒട്ടിച്ചില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി മോഡൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.